2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടായപ്പോൾ പക്ഷേ CPMന് കനത്ത തോൽവിയാണ് സംഭവിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു തോൽവിയിലേക്ക് CPMനെ നയിച്ചത് CPM സൈബർ പോരാളികൾ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചരണങ്ങളാണെന്നാണ് MV ജയരാജൻ പറയുന്നത്. യുവാക്കൾ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിൻ്റെ ദുരന്തം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി. ഇടതുകോട്ടകളിലടക്കം കോൺഗ്രസ് മുന്നേറിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയരാജന്റെ ഈ പരാമർശം. ഞെട്ടിക്കുന്ന തോൽവിക്ക് ഇടയാക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സൈബർ പോരാളികൾ ആണെന്നത് ഒരു പരിധിവരെ വാസ്തവമാണ്. സൈബർ ആക്രമണം ഭയന്ന് CPM നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇടതനുകൂലമായിട്ടുള്ള പ്രൊഫൈലുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ജയരാജൻ രംഗത്തെത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റനോട്ടത്തിൽ ഇടതുപക്ഷം എന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്കെടുക്കപ്പെട്ടു എന്നാണ് ജയരാജന്റെ വിമർശനം. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി എന്നിവയെ ആശ്രയിക്കുന്നവർ ഇക്കാര്യം ഓർക്കണം. സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമാകുന്നു. അതിൻ്റെ ദുരന്തം ഈ തിരഞ്ഞെടുപ്പിൽ ഇടതിനെതിരെ ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പാർട്ടി പ്രവർത്തകരും പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലയ്ക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി. അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ വിലയ്ക്ക് വാങ്ങുകയാണ്. വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നടത്തിയ പോലുള്ള കാര്യമല്ല വരുന്നത്. ഇടതുപക്ഷ വിരുദ്ധ CPM വിരുദ്ധ പോസ്റ്റുകളാണ് പിന്നെ വരുന്നത്. ഇത് പുതിയ കാലത്തെ വെല്ലുവിളിയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. ചെങ്കോട്ട, ചെങ്കതിർ, പോരാളി ഷാജി, ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിന് അനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMനും LDFനും ഉണ്ടായ തിരിച്ചടി നിസ്സാരമല്ലെന്നും ജയരാജൻ പറഞ്ഞു. തിരിച്ചടി എന്തുകൊണ്ടുണ്ടായെന്ന് ആഴത്തിൽ വിശകലനം ചെയ്ത് പറ്റിയ തെറ്റുകൾ കണ്ടെത്തി പരിഹരിച്ച് പാർട്ടിയെയും LDFനെയും മുന്നോട്ട് നയിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരായി ഉശിരൻ പോരാട്ടങ്ങൾ നടത്താനും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാനും കഴിയുന്നത് ഇടതുപക്ഷത്തിനാണെന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തിരിച്ചടിയെ അതിജീവിക്കാനാകും. അധികാരത്തിലെത്തിയ BJP ആദ്യമായി ചെയ്യാൻ പോകുന്നത് 100 സീറ്റ് നേടിയ കോൺഗ്രസിനെ പിളർത്താനുള്ള ശ്രമമായിരിക്കുമെന്നും ജയരാജൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം മുതിർന്ന CPM നേതാവ് G സുധാകരനും വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുമാണ് സുധാകരൻ രംഗത്ത് വന്നത്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരി. BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നില്ല. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല. ഏതു പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നുമാണ് G സുധാകരൻ പറഞ്ഞത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു. മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത്. ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല. വീഴ്ച വന്നാൽ പറയണം. എന്തിനാണ് പേടിക്കുന്നത്? ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നുവെന്നും എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നുവെന്നും ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLAയും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി. കായംകുളത്ത് വോട്ട് ചോർന്നു. പുന്നപ്രയിലും വോട്ട് ചോർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
കെ ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിച്ചു. എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണെന്നും താനത് വിശ്വസിക്കില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പി ജയരാജനും രംഗത്ത് വന്നിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM പാഠം ഉൾക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തുന്നത്. ഇപ്പോഴിതാ MV ജയരാജനും തോൽവിയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്.